ഇന്നത്തേതൊരു മിനി വ്ളോഗാണ് കേട്ടോ. ഇത് നമ്മളിപ്പോൾ ഉള്ളത് പിന്നെ ഹസ്ബൻഡിൻ്റെ ഉമ്മൻ്റെ അനിയത്തിൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളവിടെ എല്ലാവരും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കൂടിയതാണ്. അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ ചുട്ടെടുക്കാനുള്ള ചിക്കനൊക്കെ ഒന്ന് മസാല ആക്കി തേച്ച് വെച്ചതാണ്. ഇനി നമുക്ക് ചുടാനുള്ളത് വേറെ വീട്ടിൽ പോയിട്ടാണ് കേട്ടോ. ഇവരെല്ലാവരും ഒരു പറമ്പിൽ തന്നെയാണ്, ഒരു അടുത്തടുത്ത വീടാണ്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ഞങ്ങളെല്ലാവരും കൂടി. വലിയ ചെമ്പിലൊക്കെയാണ് കേട്ടോ ചിക്കനൊക്കെ എടുത്ത് പോകുന്നത്. ഇനി അവിടെ വെച്ചിട്ടാണ് ഇതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ. ഇത് ഉമ്മൻ്റെ അനിയത്തിൻ്റെ മോനാണ്. ഇപ്പോൾ ഇവനാണ് ചിക്കൻ ചുടുന്നതിലൊക്കെ ഭയങ്കര എക്സ്പെർട്ട് എന്നാണ് ഇവൻ പറയുന്നത്. ഇവനാണ് നമ്മളെ ഫാമിലിയിലെ ടൂർക്കാർക്ക് കേട്ടോ. കാരണം നമ്മളിങ്ങനെ ടൂർ പോവാന്ന് പറയാന്നല്ലാതെ പോക്കില്ല. പിന്നെ ഇവൻ്റെ ഒരു ഇവൻ ഭയങ്കര എഫേർട്ടൊക്കെ എടുത്ത് അങ്ങനെ ആണ് നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ഊട്ടിയിലേക്കൊക്കെ പോകുന്നത്. ഇനി ഇൻഷാല്ലാ പോകണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇത് വന്നിട്ടുള്ളത് നമ്മളെ ഒരു NIT സ്റ്റുഡൻ്റ് ഒക്കെ ഭയങ്കര കുറവാട്ടോ. അപ്പോൾ ഇതിന് ഞാൻ എന്തായാലും ക്യാമറയിൽ എടുക്കുന്നതന്നെ വാശി പിടിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. അങ്ങനെ അതാ നമ്മളെ ചിക്കനുള്ള പിന്നെ ചിരട്ടയും കരിയൊക്കെ കൂടി ചൂടാക്കി ഞാൻ അതിൻ്റെ കനലിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ നമ്മളിത് ചെയ്യാറില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നതും ചെയ്യുന്നതൊക്കെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇവരെ എപ്പോഴും ഇതിങ്ങനെ ചെയ്യലുണ്ടെന്ന് പറഞ്ഞ് എന്നാൽ പിന്നെ ഇവർക്ക് ഈസിയാണ്. അപ്പോൾ പിന്നെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നല്ല രസമാണ്. ഇതൊന്നും ആയി കിട്ടാൻ ഇതാണ് നമ്മളെ ടൂർക്കാക്ക. ഇത് കുറച്ച് ടൈം എടുക്കട്ടെ. ഏകദേശം ഒരു 3/4 മണിക്കൂറിൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ട് ഇത് സെറ്റ് ആവാനായിട്ട്. അപ്പോൾ അത് 2 ബാച്ചാക്കിയിട്ടാണ് ഇത് ചുട്ടെടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ. മസാലയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു മോം ടുബിൻ്റെ ഒരു സർപ്രൈസ് ആയിട്ട് ഒരാൾക്ക് മോം ടുബി ഒക്കെ കൊടുക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡായിട്ട് അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ ആയിട്ടുണ്ട്. ചപ്പാത്തി ഉണ്ട്, ചിക്കൻ ചുട്ടതുണ്ട്, പിന്നെ പൊറോട്ടയുണ്ട് കേട്ടോ, പിന്നെ ചിക്കൻ കറിയും. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അപ്പോഴേക്ക് പിന്നെ മക്കളെ ബഹളമാണ് കേട്ടോ. ചെറിയ ചെറിയ കുറേ പീസ് ആൾക്കാരുണ്ട് ഇവിടെ. നല്ല രസമാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ നമ്മൾ മോം ടുബീൻ്റെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ അപ്പോഴും ഈ മോം ടുബീൻ്റെ ആൾക്കാർ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇവർക്ക് ഇങ്ങനത്തെ ഒരു സസ്പെൻസ് ഉണ്ടെന്നുള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.